ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക. ഒരുപാട് കുട്ടികൾക്ക് ബയോളജി വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. കുറച്ച് പേർക്കെങ്കിലും ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്. അതിൽ കുറച്ച് കുട്ടികളെന്ന് പറയുന്നത് ബയോളജി പഠിക്കാൻ അവർക്ക് ഈസിയാണ്, പക്ഷേ പല കാര്യങ്ങളും അവർക്ക് ഓർമ്മയിലിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ പല തരത്തിലാണ് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. ഫിസിക്സ് കെമിസ്ട്രി ആണ് എങ്കിലും ബയോളജി അറിയാമെങ്കിലും അതിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നതാണ് കൂടുതൽ കുട്ടികൾക്കും ബയോളജിയിൽ ഉണ്ടാകുന്ന പ്രശ്നം. ഓക്കെ, അപ്പം ഞാനതിൽ പറയാറുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ കൺസെപ്റ്റ് നിങ്ങൾ മാക്സിമം അത് കവർ ചെയ്യാൻ നോക്കുക. അത് നടന്നില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, ഓക്കെ, നിങ്ങൾ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യൂ. ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അത് പഠിക്കൂ. അത് കഴിഞ്ഞതിന് ശേഷം ആ കൺസെപ്റ്റിലോട്ട് ഒന്നുകൂടെ അത് പഠിക്കാൻ ശ്രമിക്കൂ എന്ന് ഞാൻ പറഞ്ഞു തരാറുള്ളത്. അതൊരു ഒരു എക്സ്ട്രാ ടിപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് കൺസെപ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനുമാണ് ഞാൻ പറയുന്നത്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെയും ഒന്നുകൂടെ ആ കൺസെപ്റ്റ് വായിക്കാൻ നോക്കൂ എന്നുള്ളത്. പക്ഷേ ബയോളജിയുടെ കാര്യം വരുമ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ എക്സാമ്പിൾസുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. അതായത് ഒരു പരിധി വരെ ഒരു 80% നമുക്ക് ബയോളജി വേണമെങ്കിൽ കാണാതെ പഠിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ബാക്കിയുള്ള ശതമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ബയോളജി 360 ഔട്ട് ഓഫ് 360 മേടിക്കണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് കാണാതെ പഠിച്ചുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് വരാൻ പറ്റത്തില്ല. അതിന് നമ്മൾ കൺസെപ്റ്റ് അറിയണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എന്തോ എത്ര കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സുകളുടെ മെൻഷൻ ചെയ്യാം. +1 ചാപ്റ്റേഴ്സ് ഞാൻ മെൻഷൻ ചെയ്യാം. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സെക്കൻഡറി സിസ്റ്റത്തിനെ പറ്റിയിട്ട്, സെക്കൻഡറി സൈലം, സെക്കൻഡറി ഫ്ലോയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കുകൾ നമുക്കിപ്പം ഇല്ലാത്തത് കാരണം കുഴപ്പമില്ല. ബാക്കിയുള്ള പോർഷൻസുകൾ അതിനകത്തുണ്ട്. അതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ ഡൗട്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിൽ അവർ പറയുകയാണ്, ഇപ്പോൾ ഒരു പിഗ്മെൻസിൻ്റെ കാര്യം പറയുകയാണ്. വാട്ട് ഈസ് ആക്ഷൻ സ്പെക്ട്രം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇൻഫറൻസ്, ആക്ഷൻ സ്പെക്ട്രത്തിൻ്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന റെഡ് ലൈറ്റിലും ബ്ലൂ ലൈറ്റിലും ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ ഒരുപാട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കൂടുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ആലോചിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു അർത്ഥമറിഞ്ഞൊരു കുട്ടിക്ക്, എന്താണ് അവിടെ ശരിക്കും നടക്കുന്നതെന്ന് അറിഞ്ഞൊരു കുട്ടിക്ക് അത് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? എന്നാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പഠിച്ചു പോകത്തില്ല. അങ്ങനെ പഠിച്ച് ഇപ്പോൾ കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നു, മനസ്സിലാവാത്തത് വിട്ട് കളയുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡൗട്ടായേക്കാം. എന്നാൽ ഒരു കൺസെപ്റ്റ് അറിയാവുന്ന, അല്ലെങ്കിൽ അവിടെ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച കുട്ടിക്ക് അത് വളരെ കറക്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, അതുപോലെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നിങ്ങൾക്ക് ചുമ്മാ ചോദിക്കുകയാണ്, ഇസഡ് സ്കീം എവിടെയാണ് കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇസഡ് സ്കീം കാണുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ് നമ്മൾ പഠിക്കും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസ്ഡ് ആകും. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണോ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണോ ഇസഡ് സ്കീം കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് അത് ഇസഡ് സ്കീം എന്താണ് എന്ന് നിങ്ങൾ അറിയേണ്ടത്. ആ ഇസഡ് സ്കീം എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട്, ഒരുപാട് ആലോചിക്കാതെ തന്നെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിച്ചെടുക്കാം. അതിന് പല വഴികളുണ്ട്. അതിനെന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ കൺസെപ്റ്റ് തിരിക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എത്ര കൺസെപ്റ്റുകൾ അവരുടെ ഉള്ളിലോട്ട് എത്തിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ അവർക്ക് കൊടുക്കുക. സോ ദാറ്റ് അവർ ഈ പറയുന്ന MCQ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ
ഇങ്ങനെ എന്താ പറയുക, ആലോചിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ ഉള്ളിൽ നിന്ന് വരും. മനസ്സിലായില്ലേ? കാരണം അവർക്ക് കണ്ടൻറ് അറിയാം, എന്താണ് ഈ NCERTയിൽ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ക്വസ്റ്റ്യനിൽ നിന്ന് അവർക്ക് വേണ്ടതെന്നുള്ളത് ഓൾറെഡി ഈ പറയുന്ന സ്റ്റോർഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറേ പേർക്കറിയാം, ഇപ്പോൾ ഓൾറെഡി കുറേ പേർക്കറിയാം, ഞാൻ ഒരു അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം, പല കുട്ടികൾക്ക് ഇനി ഈ പറയുന്ന കൺസെപ്റ്റ് അറിയാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബയോളജി പഠിക്കാൻ നോക്കിയിട്ട് മാർക്ക് ഇമ്പ്രൂവ് ആകുന്നില്ല, അല്ലെങ്കിൽ ബയോളജി അത്യാവശ്യം ക്ലിയർ ആണ്, ബട്ട് എനിക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് വേണം എന്ന് തോന്നുന്നുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് എൻ്റെ ബയോളജി റിവിഷൻ കോഴ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ഒരു നീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് അറിയാൻ തോന്നുന്നു. ആ ക്ലാസ്സും ഇതിലും കുട്ടികൾക്ക് തമ്മിൽ മാറുന്നുണ്ട്. അത് ഞാനിവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ്. പ്ലസ് എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടതെന്നും കൂടെ, ഞാൻ കുറേ പേർക്ക് കുറച്ച് മിസ്റ്റേക്സുകൾ വരുന്നുണ്ട്, ചെയ്യുന്നതിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാനിവിടെ പറഞ്ഞു തരാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. കാരണം ക്ലാസ് നിങ്ങൾ ഈ പറയുന്ന ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഫ്രീ ക്ലാസ്സസ് കാണാൻ പറ്റും. നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കാം, നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കൺസെപ്റ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എക്സാമ്പിൾസുകൾ ഓർത്ത് വയ്ക്കാം എന്നുള്ള പല കാര്യങ്ങളും ഞാനതിൽ പറയുന്നുണ്ട്. എക്സാമ്പിൾസുകൾ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അനിമൽ കിങ്ഡത്തിൻ്റെയൊക്കെ ആണെങ്കിലും ഞാൻ എക്സാമ്പിളുകൾ നമ്മളിങ്ങനെ ഓർത്ത് പഠിക്കും എന്നുള്ള ട്രിക്ക് വരെ പറയുന്നുണ്ട്. ക്ലാസ്, ഒരൊറ്റ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഓക്കെ ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉപയോഗം ഉണ്ടാകും. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ 90 ചോദ്യം NCERTന്ന് ഡയറക്റ്റ് എടുത്ത് വയ്ക്കുവാണെങ്കിൽ അതിൽ നിങ്ങൾ 85% ചോദ്യങ്ങൾ നിങ്ങളതിൽ ചെയ്യും. ഐ മീൻ 90 ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 85 ക്വസ്റ്റ്യനോളം നിങ്ങൾ ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യം. കാരണം ഇതെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ചോദിക്കാവോ അത് അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്ത് തെറ്റിപ്പോകുന്ന എക്സാമ്പിൾസുകൾക്കെല്ലാം എങ്ങനെ ഓർത്ത് വയ്ക്കാനെന്നുള്ള ഒരു കഥ കൂടെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഓരോ ചാപ്റ്ററിലും. അതെന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുത്ത് പോകുന്നൊരു ക്ലാസ്സല്ല. ഞാനിവിടെ പൊതുവേ ഒരു ടൈം ടേബിൾ കൊടുക്കുകയാണ് ചെയ്യുന്ന കുട്ടികൾക്ക്. ആ ടൈം ടേബിൾ അനുസരിച്ച് അവർ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ കൊടുക്കുന്ന ടാർഗറ്റ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു റിവിഷൻ കോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്നത് നീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ടൈം എടുത്ത ക്രാഷ് കോഴ്സാണത്. അത് ബേസിക്കലി ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആയിരിക്കും യൂസ് ആകുന്നത്. കാരണം ഓരോ ചാപ്റ്ററും 1 അവർ വെച്ചിട്ടാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, 1 അവർ നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ അവസാനത്തെ സമയങ്ങളിൽ എക്സാം അടുക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ വെച്ചിട്ട് ഒരു ദിവസം അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്ന് ആ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നത്. എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കും, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ NCERTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പോവുക. അതിനനുസരിച്ച് ഓരോ നിമോണിക്സുകളുണ്ട്, ചാപ്റ്റർ വൈസ് MCQസുകളുണ്ട്, അത്രയാണ്. അതാണ് ആ ഒരു സെഗ്മെൻറ്റ്. അത് ലാസ്റ്റ് ടൈം എടുത്തതാണ്. അത് പഴയ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നും പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ അവസാന സമയങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, ഇനി അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് എന്ന് പറയുന്നത്, എൻ്റെ പല ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ ഞാൻ ലൈൻ ബൈ ലൈൻ NCERT ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വേർഷനാണ് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ്. എന്ന് പറയുമ്പം റിവിഷൻ ശരിക്കും, ഈ ഇടയ്ക്കൊരു കുട്ടി കമൻറ്റ് ചെയ്ത പോലെ, ശരിക്കും റിവിഷൻ എന്ന് പറയുന്നെങ്കിലും അത് ശരിക്കും ഫുൾ A to Z ആണ് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് രണ്ടും 2 കോഴ്സാണ്. ലാസ്റ്റ് ടൈം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ എൻറോൾ ചെയ്ത ഒരുപാട് കുട്ടികൾക്ക് പിന്നെയും ആ ക്ലാസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് ചെയ്യണമെന്നുള്ളത്, ഞാൻ ക്ലാസ് എടുക്കണമെന്നുള്ളത്. അപ്പോൾ അത് കാരണം എൻ്റെ പഴയ കുട്ടികൾ ആരെങ്കിലും ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് 2 തവണ 2 ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്, എൻ്റെ ആദ്യത്തെ റിവിഷൻ കോഴ്സിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി, അതായത് നീറ്റ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി, അൾട്ടിമേറ്റ് റിവിഷൻ കോഴ്സ് ഞാനത് ഫ്രീ ആക്സസ് തരുമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ ആ ഒരു സംഭവത്തിൽ അന്ന് ജോയിൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് ഒക്ടോബർ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് നിലവിലില്ല. ഓക്കെ, ഇപ്പോൾ നീറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കോഴ്സാണ്. അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോഴ്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടെലഗ്രാമിലോട്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അവിടെ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, അവിടെ യുവർ ക്വാറൻറ്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ ക്ലാസ് കാണാൻ പറ്റും. ആ ക്ലാസ്സസ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മളിതൊരു ടൈം ടേബിൾ ബേസിസിലാണ് പോകുന്നത്. 2 monthsലാണ് നമ്മൾ +1 +2 തീർക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് എന്താ പറയുക, നമ്മുടെ സ്വന്തം സ്റ്റുഡൻസുകൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ എൻ്റെ കൂടെ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നു. നമ്മളിപ്പോൾ നവംബർ ഐ തിങ്ക് നവംബർ ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. അതിൽ നമ്മൾ +2 സെക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. +1 ഓൾറെഡി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിസംബർ ഫസ്റ്റ് വീക്ക് കൊണ്ട് നമ്മൾ +1 +2 തീർക്കുന്നു. ഉടനെ തന്നെ അടുത്ത റീഡിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതൊരു നീറ്റ് എക്സാമിന് മുമ്പ് ഒരു 3-4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. സോ ദാറ്റ് ഞാൻ പറഞ്ഞല്ലോ 90 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ 85 എങ്കിലും നമ്മൾ ശരിയാക്കണം. ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സെഗ്മെൻറ്റ്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒന്ന് കോഴ്സ് എൻറോൾ ചെയ്യുന്നത്, ആ ഡൗട്ട് ഞാൻ തീർത്തിട്ടുണ്ട്. രണ്ടും 2 കോഴ്സാണ്. ഇപ്പം നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് എടുക്കുക. കാരണം അതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിച്ച് ഇൻ പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കുട്ടികളും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സൈനപ്പ് ചെയ്യുന്നുണ്ട്. സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിലും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തതിന് ശേഷം ഞാനിവിടെ കാണിക്കാം. ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം ഈ അക്കൗണ്ട് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന പ്രശ്നമാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു തന്നിട്ടില്ല. ഇന്ന് വരെ ഞാൻ ആപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. അത് ഇന്ന് പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന കാരണം എല്ലാവർക്കും ആൻസർ ചെയ്ത് മടുത്തു. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സൈനപ്പ് വരും. അപ്പോൾ ആ സൈനപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ഫോൺ നമ്പർ, ഇമെയിൽ നെയിം എല്ലാം, നിങ്ങൾ എന്താണ് +2 ആണോ റിപ്പീറ്റർ ആണോ എന്താണോന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളടുത്ത് പിന്നീട് ചോദിക്കുന്നത് ഈ പറയുന്ന ലോഗിനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സൈൻ ഇൻ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പം അതിൽ സൈൻ ഇന്നകത്ത് 2 ഓപ്ഷൻ വരാറുണ്ട്. സൈൻ ഇൻ വിത്ത് ഗൂഗിളും വരാറുണ്ട്, സൈൻ ഇൻ വിത്ത് ഇമെയിലും വരാറുണ്ട്. ഓക്കെ, അതിനകത്ത് സൈൻ ഇൻ വിത്ത് ഇമെയിലാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഗൂഗിൾ അല്ല എടുക്കേണ്ടത്. പല കുട്ടികളും ഗൂഗിൾ എടുക്കുന്നത് കാരണമാണ് ഈ അക്കൗണ്ട് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇമെയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സസ് കാണാൻ പറ്റും. ഇതിൽ നിമോണിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് കാണാം. അത് ഈ ആപ്പ് എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആണ്. അതായത് ഞാനിപ്പോൾ എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന നിമോണിക്സുകളെല്ലാം ഒരു PDF ആയിട്ട് ഞാൻ ചാപ്റ്റർ വൈസായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ഈ നിമോണിക്സ് എന്ന് പറഞ്ഞ ഈ ഫോൾഡറിനകത്ത് അല്ലെങ്കിൽ ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ ചാപ്റ്റർ വൈസായിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. അതെടുക്കുക. പിന്നെ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സാണ് ഈ കോഴ്സ്. ഇതാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിമോണിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഡീറ്റെയിൽഡ് കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാളെ 4 മാസം കഴിഞ്ഞിട്ടുള്ള എക്സാമിന്, അല്ലെങ്കിൽ 5 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടുള്ള എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ ഇന്നേ അതിനുള്ള കഷ്ടപ്പാട് തുടങ്ങണം. അവസാന സമയം ആകുമ്പോഴത്തേനും അയ്യോ സമയം പോയല്ലോ, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്കും ഫുള്ളി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ ഇന്ന് തുടങ്ങേണ്ടത് ഇന്ന് തുടങ്ങുക, നാളെ ചെയ്യാനുള്ളത് നാളെ ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യാനുള്ളത് പ്രോപ്പറായിട്ട് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യാനുള്ളത് ചെയ്യാതെ അവസാനത്തെ ദിവസം വരുമ്പോഴത്തേനും ഒരു ലോഡ് സാധനവുമായിട്ട് അല്ലെങ്കിൽ ഒരു ലോഡ് വെയിറ്റുമായിട്ട് നിങ്ങൾ നിൽക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ അയ്യോ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ വർക്ക് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് പശ്ചാത്തപിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു 6 മാസം മുമ്പേ വന്ന് നിങ്ങളുടെ അടുത്ത് ഈ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പോകുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം എനിക്ക് നിങ്ങളടുത്ത് എല്ലായിടത്തും ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് തോന്നി. കാരണം ഇത് ഒരുപാട് കുട്ടിക്ക് പ്രശ്നം പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സംഭവം വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. സോ ബാക്കി ഡിസിഷൻ നിങ്ങളുടെയാണ്. എന്തായിരുന്നാലും നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ.
അപ്പോൾ താങ്ക് യു സോ മച്ച്.